Hi students, today we are going to discuss gas laws from the chapter States of Matter. നിങ്ങളുടെ 11th States of Matter chapter ഏറ്റവും important section ആയ gas laws ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Okay, 4 important gas laws ആണുള്ളത്. Boyle's law, Charles law, Avogadro's law, Gay-Lussac's law. അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി gas lawsലേക്ക് പോവാം. ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് Boyle's law ആണ്. Okay. So, what is Boyle's law? നമുക്ക് ആദ്യം സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിക്കാം. At constant temperature, volume of a given mass of a gas is inversely proportional to pressure. അതായത് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ ഒരു ഗ്യാസിൻ്റെ പ്രഷർ വോള്യൂം റിലേഷൻ എങ്ങനെയായിരിക്കും? ഇൻവേഴ്സ് റിലേഷൻ ആയിരിക്കും അവർ തമ്മിൽ ഉണ്ടാവുക. അതായത് പ്രഷർ കൂടിയാൽ എന്ത് ചെയ്യും? വോള്യൂം കുറയും, അല്ലെങ്കിൽ പ്രഷർ കുറഞ്ഞാൽ എന്ത് ചെയ്യും? വോള്യൂം കൂടും. ഇതാണ് ഇൻവേഴ്സ് റിലേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ പ്രഷറും വോള്യൂം എങ്ങനെയായിരിക്കും? ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആയിരിക്കും. ഓക്കെ, ഇത്രയേ ഉള്ളൂ എന്ത് ഗ്യാസ് ലോ ആയ ബോയിൽസ് ലോ. ഓക്കെ, വെരി സിമ്പിൾ. ഇനി അതിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനിലേക്ക് പോവാം. ഓക്കെ, സോ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എന്താണ്? പ്രഷർ ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? വോള്യൂം ആണ്. കണ്ടീഷൻ എന്താണ്? ടെമ്പറേച്ചർ മസ്റ്റ് ബി കോൺസ്റ്റന്റ് അല്ലേ? സോ പ്രൊപ്പോർഷണാലിറ്റി മാറുമ്പോൾ എന്ത് വേണം? ദർ വിൽ ബി പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്, ലെറ്റ് ഇറ്റ് ബി കെ. അപ്പോൾ കെ ഇൻറ്റു 1/v അല്ലേ? സോ ഞാൻ വോള്യൂം LHSലേക്ക് എടുക്കുകയാണ്. അപ്പോൾ എങ്ങനെ വരും? PV is equal to K, that is a constant. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? P1 V1 will be is equal to P2 V2. Okay, so this is the mathematical expression for what? Boyle's law. P1 V1 is equal to P2 V2. അതായത് പ്രഷറും വോള്യൂം എന്താണ്? ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ്. സോ PV is equal to a constant ആയിരിക്കും. അതായത് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ പ്രഷർ ഇൻറ്റു വോള്യൂം എന്തായിരിക്കും? എപ്പോഴും ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? P1 V1 is equal to P2 V2 is equal to P3 V3. അതായത് P ഇൻറ്റു V എന്താണ്? is always a constant value. Okay, so this is the mathematical interpretation of what? Boyle's law. നമുക്ക് ഇതിൻ്റെ ഗ്രാഫിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ കൂടെ ഒന്ന് നോക്കാം. അതായത് പ്രഷറും വോള്യൂം എന്താണ്? ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ് അല്ലേ? സോ ഗ്രാഫിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ, ലെറ്റ് ഇറ്റ് ബി ലൈക്ക് ദിസ്. So, if I am plotting pressure on y-axis and volume on x-axis, the graph will be like this. Okay, here I have drawn 3 graphs. 3 graphs are plotted at 3 different temperatures. Okay, T3 will be greater than, T2 will be greater than T1. Okay, അതായത് നിങ്ങൾക്ക് ഇവിടെ ഗ്രാഫ് നോക്കുമ്പോൾ കാണാൻ പറ്റും. ഇതിൽ വൈ ആക്സിസിൽ ഞാൻ പ്രഷറാണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്, എക്സ് ആക്സിസിൽ എന്താണ്? വോള്യൂം ആണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. പ്രഷറും വോള്യൂം എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. നോക്കിക്കേ, ഇവിടെ വോള്യൂം കൂടിയല്ലേ വരുന്നത്. വോള്യൂം കൂടി വരുന്നതോറും എന്ത് ചെയ്യും? പ്രഷർ കുറഞ്ഞു വരുന്നതായിട്ട് കാണാം അല്ലേ? ദേ ആർ ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ് അല്ലേ? ഒന്ന് കൂടുമ്പോൾ ഒന്ന് കുറയും. So here you can see that as volume increases, pressure is also what? Decreasing. ഇത് 3 ഗ്രാഫാണ്. 3 ഗ്രാഫ് 3 ഡിഫറെൻറ്റ് ടെമ്പറേച്ചേഴ്സിലാണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ ഗ്രാഫ് T1 എന്ന് പറയുന്ന ടെമ്പറേച്ചറിലാണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് T2 എന്ന് പറയുന്ന ടെമ്പറേച്ചറിലാണ്. തേർഡ് വൺ എന്താണ്? T3 എന്ന് പറയുന്ന ടെമ്പറേച്ചറിലാണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ടെമ്പറേച്ചറിൻ്റെ റിലേഷൻ പറയുമ്പോഴത്തേക്കും എന്തായിരിക്കും? T3 ഗ്രേറ്റർ ദാൻ T2 ഗ്രേറ്റർ ദാൻ T1 ആയിരിക്കും. ഓക്കെ, അണ്ടർസ്റ്റുഡ്? ഇസ് ഇറ്റ് ക്ലിയർ ഫോർ യു? അതായത് ഹയർ ടെമ്പറേച്ചറിൽ ഗ്രാഫിന് എന്തായിരിക്കും? ഹയർ സ്ലോപ്പ് ആയിരിക്കും വരുന്നത്. ഓക്കെ, അണ്ടർസ്റ്റുഡ്? സോ ദിസ് ഇസ് ദി ഗ്രാഫിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് വാട്ട്? ബോയിൽസ് ലോ. ഓക്കെ, ഇനി ഒരു ഗ്രാഫിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ കൂടെയുണ്ട് ബോയിൽസ് ലോയിൽ. ആ ഗ്രാഫ് കൂടെ നമുക്കൊന്ന് പ്ലോട്ട് ചെയ്യാം. ഇതാണ് ആ ഗ്രാഫ്. അതായത് ബോയിൽസ് ലോയുടെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ അനുസരിച്ച് PV ഈസ് എ കോൺസ്റ്റന്റ് ആണ് അല്ലേ? അതായത് പ്രഷർ ഇൻറ്റു വോള്യൂം എന്തായിരിക്കും? എപ്പോഴും സെയിം ആയിരിക്കും. ദാറ്റ് ഇസ് എ കോൺസ്റ്റന്റ് വാല്യൂ ആണ് അല്ലേ? സോ PV ഞാനിവിടെ എന്തിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത് നോക്കിയേ. PV ഈസ് പ്ലോട്ടഡ് അഗെയിൻസ്റ്റ് പ്രഷർ. പ്രഷർ തന്നെ വേണമെന്നല്ല എന്തിന് അഗെയിൻസ്റ്റ് ആയിട്ടും പ്ലോട്ട് ചെയ്യാം. ഞാനിവിടെ പ്ലോട്ട് ചെയ്തിരിക്കുന്നത് എന്തിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ്? പ്രഷറിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ്. പക്ഷേ PVയുടെ വാല്യൂ ചേഞ്ച് ചെയ്യോ? ഇല്ല. ബോയിൽസ് ലോ അനുസരിച്ച് PV എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയൊരു ഗ്രാഫാണ് കിട്ടിയിരിക്കുന്നത്? യു ആർ ഗെറ്റിംഗ് എ ലൈൻ വിച്ച് ഇസ് പാരലൽ ടു വാട്ട്? എക്സ് ആക്സിസ്. എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു ലൈൻ ആയിരിക്കും എന്ത് ചെയ്യുക? കിട്ടുക. സോ ദിസ് ഇസ് ദി ഗ്രാഫിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് വാട്ട്? ബോയിൽസ് ലോ. അണ്ടർസ്റ്റുഡ്? ഇനി നമുക്ക് ഇതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്യാം. Okay, I hope all of you can see the problem very clearly. 600 centimeter cube of a gas at a pressure of 750 millimeter of mercury is compressed to 500 centimeter cube.
taking the temperature to remain constant, the increase in pressure is, അല്ലേ? ഇതിനകത്ത് 600 സെൻറ്റിമീറ്റർ ക്യൂബ് ഉണ്ടായ ഗ്യാസ് എന്ത് ചെയ്യുന്നു? ആ സമയത്തുള്ള പ്രഷർ എത്രയായിരുന്നു? 750 മില്ലിമീറ്റർ ഓഫ് മെർക്കുറി ആണ്. അത് കംപ്രസ് ചെയ്ത് എത്ര വോള്യത്തിലേക്ക് കൊണ്ടുവന്നു? 500 സെൻറ്റിമീറ്റർ ക്യൂബിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെയാണെങ്കിൽ ഇൻക്രീസ് ഇൻ പ്രഷർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടെമ്പറേച്ചർ എന്താണെന്നും പറഞ്ഞിട്ടുണ്ട്, കോൺസ്റ്റന്റ് ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സെൻറ്റിമീറ്റർ ക്യൂബും ML ഒക്കെ എന്ത് തന്നെയാണ്? സെയിം യൂണിറ്റ് ആണ് കേട്ടോ, ഡിഫറൻസ് ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ 600 സെൻറ്റിമീറ്റർ ക്യൂബ് ആയിരുന്നു ആ ഗ്യാസിൻ്റെ വോള്യം. ആ സമയത്തുള്ള പ്രഷർ എത്രയായിരുന്നു? 750 മില്ലിമീറ്റർ ഓഫ് മെർക്കുറി ആയിരുന്നു. അത് കംപ്രസ് ചെയ്ത് നമ്മളിപ്പോൾ എത്ര വോള്യം ആക്കി? 500 സെൻറ്റിമീറ്റർ ക്യൂബ് ആക്കി. ആ സമയത്തുണ്ടായ ഇൻക്രീസ് ഇൻ പ്രഷർ ആണ് എന്ത് ചെയ്തിരിക്കുന്നത്? ചോദിച്ചിരിക്കുന്നത്. ടെമ്പറേച്ചർ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഇവിടെ പ്രഷർ വോള്യം റിലേഷൻ അല്ലേ, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് അല്ലേ? ഏത് ലോ ആണ് നമ്മൾ അപ്ലൈ ചെയ്യുക? ബോയിൽസ് ലോ. ബോയിൽസ് ലോയുടെ ഫോർമുല എന്താണ്? P1 V1 is equal to P2 V2 അല്ലേ? അപ്പം നമുക്ക് ആദ്യം P1 നോക്കാം. പ്രഷർ എത്രയാണ്? 750 മില്ലിമീറ്റർ ഓഫ് മെർക്കുറി. ഇതിൽ നമ്മൾ യൂണിറ്റ് ഒന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഓപ്ഷൻ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം സെയിം യൂണിറ്റിൽ തന്നെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇൻക്രീസ് ഇൻ പ്രഷറും കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ P2 ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ദാറ്റ് വി ഡോണ്ട് നോ. V1 എന്താണ്? 750 മില്ലിമീറ്റർ ഓഫ് മെർക്കുറിയിൽ വോള്യം എത്രയായിരുന്നു? 600 സെൻറ്റിമീറ്റർ ക്യൂബാണ്. അതുപോലെ തന്നെ കംപ്രസ് ചെയ്ത് കഴിയുമ്പോൾ വോള്യം എത്രയായിട്ട് മാറി? 500 സെൻറ്റിമീറ്റർ ക്യൂബാണ് എന്ത് ചെയ്യുന്നത്? വോള്യം വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഇക്വേഷനിൽ. P1 എന്താണ്? ദാറ്റ് ഈസ് 750. ആ സമയത്തുള്ള വോള്യം എത്രയാണ്? 600 ഇസ് ഈക്വൽ ടു P2 ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇൻറ്റു എത്ര വരും? 500 അല്ലേ? അപ്പോൾ P2 ഇസ് ഈക്വൽ ടു എങ്ങനെ വരും? 750 ഇൻറ്റു 600 ഡിവൈഡഡ് ബൈ എത്രയാണ്? 500 ആണ് വരുന്നത്. ഓക്കെ, so 15 into 6, 6 5s are 30, so it will be 90, so it will be 900. So 900 millimeter of mercury pressure കൊടുക്കുമ്പോഴാണ് വോള്യം എത്രയായിട്ട് മാറുന്നത്? 500 സെൻറ്റിമീറ്റർ ക്യൂബായിട്ട് മാറുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ പ്രഷർ അല്ല, എത്രമാത്രം പ്രഷർ ഇൻക്രീസ് ചെയ്തു എന്നാണ് ചോദിച്ചത്. അപ്പം നേരത്തെ എത്രയായിരുന്നു? 750 മില്ലിമീറ്റർ ഓഫ് മെർക്കുറി ആയിരുന്നു. ഇപ്പം എത്രയാണ് പ്രഷർ? 900 മില്ലിമീറ്റർ ഓഫ് മെർക്കുറി ആണ്. അപ്പം ഇൻക്രീസ് ഇൻ പ്രഷർ എത്രയായിരിക്കും? സോ വാട്ട് വിൽ ബി ഇൻക്രീസ് ഇൻ പ്രഷർ? ഇൻക്രീസ് ഇൻ പ്രഷർ വിൽ ബി ഈസ് ഈക്വൽ ടു, ഇപ്പോൾ എത്രയാണ്? 900 ആണ് നമുക്ക് കിട്ടിയത്, മൈനസ് എത്രയാണ് നേരത്തെ ഉണ്ടായിരുന്നത്? 750. സോ ദാറ്റ് വിൽ ബി 150 മില്ലിമീറ്റർ ഓഫ് മെർക്കുറി. ഓക്കെ, അപ്പോൾ എത്രമാത്രം പ്രഷർ കൂടി? 150 മില്ലിമീറ്റർ ഓഫ് മെർക്കുറി. ഇപ്പോഴത്തെ പ്രഷർ അല്ല ചോദിച്ചത്, എത്രമാത്രം പ്രഷർ കൂടിയെന്നാണ് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ എത്രയാണ് കൂടിയത്? 150 മില്ലിമീറ്റർ ഓഫ് മെർക്കുറി. ഓക്കെ, സോ നമ്മുടെ ആൻസർ എത്ര വരും? ദാറ്റ് ഈസ് ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അണ്ടർസ്റ്റുഡ്? ഇസ് ഇറ്റ് ക്ലിയർ ഫോർ യു? ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് ബോയിൽസ് ലോ. ഇനി നമുക്ക് നെക്സ്റ്റ് ലോയിലേക്ക് പോവാം, ദാറ്റ് ഈസ് ചാൾസ് ലോ. ഓക്കെ, നമുക്ക് ആദ്യം സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോവാം. അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ വോള്യൂം ഓഫ് എ ഗിവൺ മാസ് ഓഫ് എ ഗ്യാസ് ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. അതായത് പ്രഷർ കോൺസ്റ്റന്റ് ആണെങ്കിൽ ഒരു ഗ്യാസിൻ്റെ വോള്യൂം ടെമ്പറേച്ചർ എങ്ങനെയാണ്? ഡയറക്ട്ലി റിലേറ്റഡ് ആണെന്നാണ്. എന്താ ഡയറക്ട്ലി റിലേറ്റഡ്? അതായത് ടെമ്പറേച്ചർ കൂടിയാൽ എന്ത് ചെയ്യും? വോള്യൂം കൂടും. ടെമ്പറേച്ചർ കുറഞ്ഞാൽ എന്ത് ചെയ്യും? വോള്യൂം കുറയും. ഇത് ഡയറക്ട്ലി റിലേറ്റഡ് ആണ്. ഓക്കെ, അതാണ് എന്ത്? ചാൾസ് ലോ. ദാറ്റ് ഇസ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ വോള്യൂം ഓഫ് എ ഗിവൺ മാസ് ഓഫ് എ ഗ്യാസ് ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു വാട്ട്? ടെമ്പറേച്ചർ. ഓക്കെ, അണ്ടർസ്റ്റുഡ്? ഓക്കെ, നമുക്ക് ഇതിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനിലേക്ക് പോവാം. ദാറ്റ് ഈസ് വോള്യൂം ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. കണ്ടീഷൻ എന്താണ്? കോൺസ്റ്റന്റ് പ്രഷർ ആണ്. സോ വോള്യൂം ഇസ് ഈക്വൽ ടു അനദർ കോൺസ്റ്റന്റ്, ഞാൻ കെ ഡാഷ് എന്ന് കൊടുക്കുകയാണ്, ഇൻ ടു ടെമ്പറേച്ചർ. ഓക്കെ, സോ ടെമ്പറേച്ചറിനെ ഞാൻ LHSലേക്ക് എടുക്കുമ്പോൾ V/T ദാറ്റ് ഇസ് ഈക്വൽ ടു കെ ഡാഷ് ദാറ്റ് ഇസ് എ കോൺസ്റ്റന്റ്. അതായത് V/T എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ നമുക്ക് എങ്ങനെ എഴുതാം? V1/T1 is equal to V2/T2. So this is the mathematical expression for what? Charles law. Charles law യുടെ mathematical expression ആണ് V1/T1 is equal to V2/T2. Okay, understood? Is it clear for you? Mathematical expression clear അല്ലേ? ഇനി ഇതിൻ്റെ ഗ്രാഫിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ കൂടെ നമുക്കൊന്ന് നോക്കാം. If I am plotting volume against temperature, as temperature increases, volume also increases.
ഞാൻ 3 ഡിഫറെൻറ്റ് പ്രഷേഴ്സിലാണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. P1, P2, P3. ഓക്കെ, ഇവിടെ നോക്കിക്കേ, ഗ്രാഫ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടെ വോള്യൂം ഞാൻ y ആക്സിസിലും ടെമ്പറേച്ചർ ഞാൻ എന്താണ് എക്സ് ആക്സിസിലാണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ടെമ്പറേച്ചർ കൂടുന്ന അനുസരിച്ച് എന്താണ് വോള്യൂം കൂടും, അങ്ങനെയല്ലേ വരുന്നത്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് വോള്യൂം ഇസ് ഓൾസോ വാട്ട് ഇൻക്രീസിങ് അല്ലേ, വോള്യൂം ഇൻക്രീസ് ചെയ്യുന്നു. 3 ഗ്രാഫ് ഞാൻ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. 3 ഗ്രാഫും 3 ഡിഫറെൻറ്റ് പ്രഷേഴ്സിലാണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഗ്രാഫ് P1 എന്ന് പറയുന്ന പ്രഷറിലാണ്, സെക്കൻഡ് ഗ്രാഫ് P2 ആണ്, തേർഡ് ഗ്രാഫ് എന്താണ് P3 എന്ന് പറയുന്ന പ്രഷറിലാണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. പ്രഷേഴ്സിൻ്റെ റിലേഷൻ നോക്കുവാണെങ്കിൽ P3 വിൽ ബി ലെസ് ദാൻ P2 വിൽ ബി ലെസ് ദാൻ P1 ആണ്. പ്രഷർ കുറഞ്ഞിരിക്കുമ്പോഴാണ് സ്ലോപ്പ് കൂടുതലായിട്ട് വരിക. ഓക്കെ, അണ്ടർസ്റ്റുഡ്? ഇസ് ഇറ്റ് ക്ലിയർ ഫോർ യു? ഇതാണ് ഗ്രാഫിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് വാട്ട് ചാൾസ് ലോ. ചാൾസ് ലോയുടെ ഗ്രാഫിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ ആണ്. ക്ലിയർ അല്ലേ ചാൾസ് ലോയുടെ ഗ്രാഫിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ? അപ്പോൾ ചാൾസ് ലോ എന്താ പറയുന്നത്? പ്രഷർ കോൺസ്റ്റന്റ് ആണെങ്കിൽ വോള്യൂം ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്തായിരിക്കും? ഡയറക്റ്റ് റിലേഷൻഷിപ്പാണ്. അതായത് ടെമ്പറേച്ചർ കൂടിയാൽ എന്ത് ചെയ്യും? വോള്യൂം കൂടും, അല്ലെങ്കിൽ ടെമ്പറേച്ചർ കുറഞ്ഞാൽ എന്ത് ചെയ്യും? വോള്യൂം കുറയും. സോ എൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എന്താണ്? V1/T1 is equal to V2/T2. ഓക്കെ, അണ്ടർസ്റ്റുഡ്? ഇനി നമുക്ക് ഇതിൻ്റെ ഒരു പ്രോബ്ലത്തിലേക്ക് പോകാം. ഓക്കെ, സോ യു ക്യാൻ സീ ദ പ്രോബ്ലം ഓവർ ഹിയർ. 500 ml of nitrogen at 27 degrees Celsius is cooled to -5 degrees Celsius at the same pressure. The new volume becomes, അതായത് 500 ml of nitrogen gas, ആ സമയത്തുള്ള ടെമ്പറേച്ചർ എത്രയാണ്? 27 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. അത് നമ്മൾ ടെമ്പറേച്ചർ കുറച്ച് ഇപ്പോൾ എത്രയിലേക്ക് കൊണ്ടുവന്നു? -5 ഡിഗ്രി സെൽഷ്യസിലേക്ക് ടെമ്പറേച്ചർ കുറച്ചു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വോള്യൂം എത്രയായിരിക്കും എന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ചോദിച്ചിരിക്കുന്നത്. ക്ലിയർ ആണോ? അതായത് 500 ml ആയിരുന്നു ആദ്യം നൈട്രജൻ്റെ വോള്യൂം. ആ സമയത്ത് ടെമ്പറേച്ചർ എത്രയാണ്? 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. അത് നമ്മൾ എത്ര ടെമ്പറേച്ചറിലേക്ക് കുറച്ചു? -5 ഡിഗ്രി സെൽഷ്യസിലേക്ക് ടെമ്പറേച്ചർ കുറച്ചു. അങ്ങനെയാണെങ്കിൽ എന്താണ് വോള്യൂം എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ന്യൂ വോള്യൂം എന്തായിരിക്കും? സോ ഇവിടെ പ്രഷർ കോൺസ്റ്റന്റ് ആണ്, സെയിം പ്രഷർ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ പ്രഷർ കോൺസ്റ്റന്റ് ആണ്, വോള്യൂം ടെമ്പറേച്ചർ റിലേഷൻ ആണ്. അപ്പോൾ ലോ ഏതാണ്? ദാറ്റ് ഈസ് ചാൾസ് ലോ. അപ്പോൾ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എന്താ വരുന്നത് നമുക്ക് യൂസ് ചെയ്യുന്നത്? V1/T1 is equal to V2/T2 ആണ്. അപ്പോൾ നമുക്ക് V1 നോക്കാം. വോള്യൂം എത്രയാണ്? 500 ml ആണ്. V2 ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലേ. ഇനി T1 എന്താണ്? 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. ടെമ്പറേച്ചർ ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ അതിന് എന്തിലേക്ക് മാറ്റിയിരിക്കണം? കെൽവിനിലേക്ക് മാറ്റിയിരിക്കണം. അപ്പോൾ ടെമ്പറേച്ചർ ഇൻ കെൽവിൻ എങ്ങനെയാണ്? ദാറ്റ് ഈസ് ഡിഗ്രി സെൽഷ്യസിലുള്ള ടെമ്പറേച്ചർ പ്ലസ് എത്രയാണ്? 273 ആണ്. അപ്പോൾ 27 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ എത്ര വരും? 27 + 273 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 300 കെൽവിൻ ആണ് വരുന്നത്. T2 എന്താണ്? -5 ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലേ. സോ T2 എത്ര വരും? -5 + 273, ദാറ്റ് ഈസ് ഈക്വൽ ടു 268 കെൽവിൻ ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് T1 കിട്ടി, T2 കിട്ടി, V1 കിട്ടി. ഇനി എന്താണ്? V2 ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലേ. നമുക്ക് ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ V1ൻ്റെ സ്ഥാനത്ത് എന്ത് വരും? 500 അല്ലേ. T1ൻ്റെ സ്ഥാനത്ത് 300 is equal to V2 എന്താ കൊടുത്തിരിക്കുന്നത്? ദാറ്റ് ഈസ് വി ഹാവ് ടു കാൽക്കുലേറ്റ് റൈറ്റ്. ഇനി എത്രയാണ്? T2 എത്രയാണ്? 268. Now just do the calculation. So V2 will be equal to 500 into 268 divided by 300 അല്ലേ. നമുക്ക് സോൾവ് ചെയ്യാം. So 268 into 5. So 1340 divided by 3. So that will be is equal to 446.6 ml. Okay. അപ്പോൾ ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി. ഓക്കെ, ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി. അണ്ടർസ്റ്റുഡ്? ക്ലിയർ ആണോ ചാൾസ് ലോ എല്ലാവർക്കും? ഇസ് ഇറ്റ് ക്ലിയർ ഫോർ യു? ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഗ്യാസ് ലോയിലേക്ക് പോവാം. ഓക്കെ, ദാറ്റ് ഈസ് ഗേ-ലുസാക്സ് ലോ. ഇത് തേർഡ് ഗ്യാസ് ലോ ആണ്. സോ നെക്സ്റ്റ് ഗ്യാസ് ലോ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. At constant volume, pressure of a given mass of a gas is directly proportional to temperature. അതായത് വോള്യൂം കോൺസ്റ്റന്റ് ആണെങ്കിൽ പ്രഷറും ടെമ്പറേച്ചറും എങ്ങനെയായിരിക്കും? ഡയറക്ട്ലി റിലേറ്റഡ് ആയിരിക്കും എന്നാണ് പറയുന്നത് ഗേ-ലുസാക്സ് ലോ. അതായത് വോള്യൂം, ഒരു ഗ്യാസിൻ്റെ വോള്യൂം എന്താണ്? കോൺസ്റ്റന്റ് ആണെങ്കിൽ പ്രഷറും ടെമ്പറേച്ചറും എന്തായിരിക്കും? ഡയറക്ട്ലി റിലേറ്റഡ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എങ്ങനെയാണ് വരുന്നത് നമുക്കൊന്ന് നോക്കാം. ദാറ്റ് ഈസ് pressure is directly proportional to temperature at constant
വോള്യം. വോള്യം എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. സോ പ്രഷർ ഇസ് ഈക്വൽ ടു പ്രൊപ്പോർഷണാലിറ്റി മാറുമ്പോൾ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് വരും. ഞാൻ കെ ഡബിൾ ഡാഷ് എന്ന് കൊടുക്കുകയാണ് ഇൻറ്റു ടി. ഓക്കെ, ഇഷ്ടമുള്ള കോൺസ്റ്റൻറ്റ് കൊടുക്കാം, നോ പ്രോബ്ലം. സോ ടീനെ നമ്മൾ എൽ എച്ച് എസിലേക്ക് എടുക്കുമ്പോൾ എന്ത് വരും? പി ബൈ ടി ഇസ് ഈക്വൽ ടു കെ ഡബിൾ ഡാഷ്, ദാറ്റ് ഇസ് എ കോൺസ്റ്റൻറ്റ് വാല്യൂ, റൈറ്റ്? സോ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? P1 by T1 is equal to P2 by T2. So this is the mathematical expression for Gay-Lussac's law. Gay-Lussac's law in a mathematical expression ആണ് P1 by T1 is equal to P2 by T2. അതായത് എന്താണ് Gay-Lussac's law പറയുന്നത്? വോള്യം കോൺസ്റ്റന്റ് ആണെങ്കിൽ ഒരു ഗ്യാസിന്റെ പ്രഷർ ടെമ്പറേച്ചർ റിലേഷൻ എങ്ങനെയായിരിക്കും? ദേ ആർ ഡയറക്ട്ലി റിലേറ്റഡ് ആണ്. അതായത് ഒന്ന് കൂടുമ്പോൾ മറ്റൊന്നും കൂടും, ഒന്ന് കുറയുമ്പോൾ മറ്റൊന്നും കുറയും. ഓക്കെ, ദാറ്റ് ഇസ് നോൺ ആസ് വാട്ട്? ഡയറക്റ്റ് റിലേഷൻ. ഓക്കെ, സോ Gay-Lussac's law ക്ലിയർ ആയില്ലേ? ഇനി എന്താ? ഗ്രാഫിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ ആണ്. So if you are plotting pressure versus temperature, temperature കൂടുമ്പോൾ എന്തും കൂടും? പ്രഷറും കൂടി വരുന്നതായിട്ട് കാണാം. ഓക്കെ, 3 ഡിഫറെൻറ്റ് വോള്യത്തിലാണ് ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നത്. V1, V2, V3. ഓക്കെ, understood? So this is the graphical interpretation of what? Gay-Lussac's law. ഇതിനകത്ത് വളരെ സിമ്പിൾ ആണ് ഈ ഗ്രാഫിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ. അതായത് ഞാനിവിടെ പ്രഷർ എന്താണ് വൈ ആക്സിസിലാണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്, ടെമ്പറേച്ചർ എന്താണ് എക്സ് ആക്സിസിലാണ്. ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് എന്ത് കൂടി വരികയാണ്? പ്രഷർ കൂടി വരികയാണ്. 3 ഗ്രാഫാണ്, 3 ഡിഫറെൻറ്റ് വോള്യത്തിലാണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നതെന്ന് മാത്രം. എല്ലാത്തിലും സെയിം ഇൻ്റർപ്രിട്ടേഷൻ ആണ് വരുന്നത്. അതായത് പ്രഷർ കൂടുമ്പോൾ എന്ത് കൂടും? ടെമ്പറേച്ചർ. അതായത് ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് ചെയ്യും? പ്രഷർ കൂടും. കണ്ടീഷൻ എന്താണ്? വോള്യം എന്തായിരിക്കണം? കോൺസ്റ്റൻ്റ് ആയിരിക്കണം. അപ്പോൾ ഇതാണ് എന്ത്? Gay-Lussac's law. ഓക്കെ, അണ്ടർസ്റ്റുഡ്? ഇനി നമുക്ക് ലാസ്റ്റ് ലോയിലേക്ക് പോവാം. ദാറ്റ് ഈസ് അവഗാഡ്രോസ് ലോ. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ലോ. ഓക്കെ, സോ സ്റ്റേറ്റ്മെൻറ്റ് നമുക്കൊന്ന് വായിക്കാം. ഈക്വൽ വോള്യൂം ഓഫ് ഓൾ ഗ്യാസസ് അണ്ടർ സെയിം ടെമ്പറേച്ചർ പ്രഷർ കണ്ടീഷൻസ് കണ്ടെയ്ൻസ് സെയിം നമ്പർ ഓഫ് മോളിക്യൂൾസ്. അതായത് ഒരു ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ, പ്രഷർ, വോള്യം ഇത് മൂന്നും സെയിം ആണെങ്കിൽ എന്തും സെയിം ആയിരിക്കും? നമ്പർ ഓഫ് മോളിക്യൂൾസും സെയിം ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ പറയാം. ഐ ഹാവ് ടേക്കൺ 2 കണ്ടെയ്നേഴ്സ്. 2 കണ്ടെയ്നേഴ്സ് എടുത്തിട്ടുണ്ട്. അതിലൊരു കണ്ടെയ്നറിൽ ഞാൻ എടുത്തിരിക്കുന്നത് നൈട്രജൻ ഗ്യാസ് ആണ്, അടുത്ത കണ്ടെയ്നറിൽ എടുത്തിരിക്കുന്നത് എന്താണ്? ഓക്സിജൻ ഗ്യാസ് ആണ്. ഇതിൻ്റെ പ്രഷർ, ടെമ്പറേച്ചർ, വോള്യം ഇത് മൂന്നും എന്താണ്? കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഇതിൻ്റെ എന്തും സെയിം ആയിരിക്കും? നമ്പർ ഓഫ് മോളിക്യൂൾസും സെയിം ആയിരിക്കും. അതായത് നൈട്രജൻ്റെ നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ത് തന്നെയാണോ അത് തന്നെയായിരിക്കും എന്ത്? ഓക്സിജൻ്റെ നമ്പർ ഓഫ് മോളിക്യൂൾസ്. അതാണ് അവഗാഡ്രോസ് ലോ എന്ന് പറയുന്നത്. അതായത് ഈക്വൽ വോള്യൂം ഓഫ് ഓൾ ഗ്യാസസ് അണ്ടർ സെയിം ടെമ്പറേച്ചർ പ്രഷർ കണ്ടീഷൻസ് കണ്ടെയ്ൻ ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്. അതായത് ഗ്യാസസിൻ്റെ ടെമ്പറേച്ചർ, പ്രഷർ, വോള്യം ഇത് മൂന്നും സെയിം വന്നാൽ എന്തും സെയിം ആയിരിക്കും? നമ്പർ ഓഫ് മോളിക്യൂൾസും സെയിം ആയിരിക്കും. അണ്ടർസ്റ്റുഡ്? ഇസ് ഇറ്റ് ക്ലിയർ ഫോർ യു? ദാറ്റ് ഇസ് നോൺ ആസ് അവഗാഡ്രോസ് ലോ. അതിലേക്ക് നമുക്ക് എന്ത് പറയാം? വോള്യൂം ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഓർ നമ്പർ ഓഫ് മോളിക്യൂൾസ്. അണ്ടർസ്റ്റുഡ്? ഇതാണ് അവഗാഡ്രോസ് ലോ. ഓക്കെ, അപ്പോൾ 4 ലോസ് ക്ലിയർ ആണല്ലോ. ദാറ്റ് ഇസ് ബോയിൽസ് ലോ, ചാൾസ് ലോ, Gay-Lussac's law and Avogadro's law. അപ്പോൾ ബോയിൽസ് ലോ എന്താണ്? കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ പ്രഷറും വോള്യൂം എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. എന്താണ് ചാൾസ് ലോ? കോൺസ്റ്റന്റ് പ്രഷറിൽ വോള്യൂം ടെമ്പറേച്ചറും എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇനി എന്താണ് Gay-Lussac's law? കോൺസ്റ്റന്റ് വോള്യത്തിൽ പ്രഷറും ടെമ്പറേച്ചറും എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ആൻഡ് വാട്ട് ഇസ് Avogadro's law? ടെമ്പറേച്ചർ, പ്രഷർ, വോള്യം ഇത് മൂന്നും സെയിം ആണെങ്കിൽ ഗ്യാസസിലെ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഒന്ന് തന്നെയായിരിക്കും? സെയിം ആയിരിക്കും, ഇറസ്പെക്റ്റീവ് ഓഫ് ഇറ്റ്സ് നേച്ചർ. അണ്ടർസ്റ്റുഡ്? ഇതാണ് 4 ഡിഫറെൻറ്റ് ഗ്യാസ് ലോസ് എന്ന് പറയുന്നത്. Now we are moving on to ideal gas equation or ideal gas. എന്താണ് ഐഡിയൽ ഗ്യാസ് എന്ന് പറഞ്ഞാൽ? The gas which obeys gas laws. Gas laws എന്ന് പറയുന്നത് Boyle's law, Charle's law and Avogadro's law at all conditions of temperature and pressure. അതായത് എല്ലാ ടെമ്പറേച്ചർ, പ്രഷർ കണ്ടീഷനിലും ഈ 3 ഗ്യാസ് ലോസ്. ഏതൊക്കെ 3 ഗ്യാസ് ലോസ്? ബോയിൽസ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോസ് ലോ. ഇത് മൂന്നും ഒബേ ചെയ്യുന്ന ഗ്യാസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഐഡിയൽ ഗ്യാസ്. ഓക്കെ,
അപ്പോൾ ഐഡിയൽ ഗ്യാസിൽ ഏതൊക്കെ ഒബേ ചെയ്യുന്നുണ്ട്? ബോയിൽസ് ലോ. ബോയിൽസ് ലോയിൽ എന്താ പറയുക? വോള്യൂം ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. ഇനി ഐഡിയൽ ഗ്യാസ് ഏത് ഒബേ ചെയ്യും? ചാൾസ് ലോ ഒബേ ചെയ്യും അല്ലേ? ചാൾസ് ലോ എന്താ പറയുന്നത്? വോള്യൂം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ആൻഡ് ഇറ്റ് ഓൾസോ ഒബേസ് വാട്ട്? Avogadro's law. According to Avogadro's law, volume is directly proportional to number of moles. നമുക്ക് ഇത് മൂന്നും ഒന്ന് കമ്പൈൻ ചെയ്യാം. അപ്പോൾ ഇത് മൂന്നും കമ്പൈൻ ചെയ്യുമ്പോൾ വോള്യൂം എന്തിനോടൊക്കെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ? നമ്പർ ഓഫ് മോൾസ്, ടെമ്പറേച്ചർ ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ അല്ലേ? അപ്പോൾ പ്രൊപ്പോർഷണാലിറ്റി മാറുമ്പോൾ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് വേണ്ടേ? ദാറ്റ് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ഇസ് ആർ. സോ റീഅറേഞ്ചിങ് ഇക്വേഷൻ എങ്ങനെ വരും? PV is equal to nRT. This is the famous ideal gas equation. ഇതിനെയാണ് നമ്മൾ എന്താ വിളിക്കുന്നത്? ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. അപ്പോൾ ഐഡിയൽ ഗ്യാസ് നമുക്ക് എങ്ങനെയും പറയാം? ദോസ് വിച്ച് ഒബേ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഒബേ ചെയ്യുന്ന എല്ലാവരെയും നമുക്ക് എന്ത് വിളിക്കാം? ഐഡിയൽ ഗ്യാസ് എന്ന് വിളിക്കാം. ഓക്കെ. ആർ എന്താണ്? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. അതിൻ്റെ വാല്യൂസ് ദർ ആർ ഡിഫറെൻറ്റ് വാല്യൂസ് ആണ്. ആർ ഇസ് ഹാവിങ് 8.314 joule Kelvin raised to -1 mole raised to -1. It will be 0.082 liter atmosphere Kelvin raised to -1 mole raised to -1. It is 1.987 in calorie Kelvin raised to -1 mole raised to -1. The three important units ആണ്. There are other units for R also. Okay. അപ്പോൾ ഇതാണ് ഐഡിയൽ ഗ്യാസ്. അപ്പോൾ എന്താ ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്നത്? Those which obey Boyle's law, Charles law and Avogadro's law at all conditions of temperature and pressure. Or we can say those which obey famous ideal gas equation PV is equal to nRT. അപ്പോൾ ഗ്യാസ് ലോസ് എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? ആൻഡ് ഐഡിയൽ ഗ്യാസ് ക്ലിയർലി കൺസെപ്റ്റ്. Is it clear for you? Okay. Thank you students.